അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എക്കാലവും സ്വാധീനിക്കുന്ന നിർണായക ഘടകമാണ് ന്യൂനപക്ഷ വോട്ടുകൾ. ഈ തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷ വോട്ടുകൾ കേരളം ആര് ഭരിക്കുമെന്നതിൽ നിർണായകമാകും. തങ്ങൾക്ക് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് UDFിൻ്റെ ക്യാമ്പ്. നമുക്കറിയാം, ഇത് മലബാർ മേഖലയിലടക്കം ആധികാരികമായ വിജയം സമ്മാനിക്കുമെന്നും UDF കരുതുന്നു. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടില്ല എന്നും അങ്ങനെ സംഭവിക്കാനുള്ള സാഹചര്യം ഏതും നിലവിലില്ല എന്നും ഇടതുപക്ഷം വിലയിരുത്തുന്നു. സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലും സ്വീകരിച്ച മതനിരപേക്ഷ നിലപാടിലും വിശ്വസിച്ച് ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും LDF പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കേന്ദ്രീകരണത്തിൻ്റെ പാറ്റേൺ എങ്ങനെയാകും? ഇതാണ് ഹർഷ. നമ്മൾ സരീഷാണ് നമുക്ക് അതിൻ്റെ ഒന്ന് സംസാരിക്കാനുള്ളത്. ഹർഷൻ എന്താ തോന്നുന്നത്? ഞാൻ എൻ്റെ ന്യൂനപക്ഷ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാനത് കുറച്ച് വിശദീകരിച്ചതാണ്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതായത് മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്ന് പ്രചരിപ്പിച്ചത് ഒരൊറ്റ കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ നിന്നാണ് അങ്ങനെ ഒരു വലിയ പ്രചാരണം ഉണ്ടായത്. അങ്ങനെ അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പുറത്ത് നോക്കൂ, ഇടതു മുന്നണിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് SDPI. ആ ഒപ്പം പറഞ്ഞു കേൾക്കേണ്ട പേരാണല്ലോ ഇത്. അതേക്കുറിച്ച് വലിയ ചർച്ചയ്ക്ക് ആ ഘട്ടത്തിൽ അവർ പോയിട്ടേ ഇല്ല. അവർ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷവും അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ചോ സാധ്യതയെക്കുറിച്ചോ പോയില്ല. സോഷ്യൽ മീഡിയയിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതേക്കുറിച്ച് വളരെ വിശദമായ മുഴുവൻ പൊതുസമൂഹവും ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ആ ചർച്ചയെ കൊണ്ടുവരാനുള്ള ശ്രമവും അവിടെ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം കൺസോളിഡേഷൻ എന്നത് തന്നെ സംഭവിക്കണമെന്നും ഏത് തരത്തിലൊരു വിജയമുണ്ടായാലും ആ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്നത് മുസ്ലിം കൺസോളിഡേഷനാണ് എന്ന് ഭാവി കേരളം ചർച്ച ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് അതിനുള്ള ശ്രമം നടത്തിയത്. യഥാർത്ഥത്തിൽ UDFിന് ജയിക്കാൻ മുസ്ലിം കൺസോളിഡേഷൻ എന്നുള്ള നിലയ്ക്ക് അല്ല അതിനെ കണക്കാക്കേണ്ടത്. പല പല കാരണങ്ങളുണ്ട്. അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, അല്ലാത്ത ചില കാരണങ്ങളുണ്ട്. ഇതെല്ലാം പിന്നെ ഒരു കാര്യം, ഇത്തവണ ഞാൻ കാണുന്ന അതിൻ്റെ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വോട്ടുകളെ ഞാൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. വേറൊന്നുമല്ല, അത് BJP വിരുദ്ധ വോട്ടുകളാണ്. എന്താണ് കേരളത്തിൽ, ഇന്ത്യയിൽ ഇപ്പം നിലനിൽക്കുന്നതിൽ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും സമാധാനത്തോടെ ജീവിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമുള്ള സ്റ്റേറ്റ് കേരളമാണ് എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ പിന്നെ അതൃപ്തി ഉണ്ടാകുന്ന ഒരു ഘടകം, അതായത് ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? SIR ആണ്. SIR എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് ആർക്കുള്ള വോട്ടാണ്? അത് BJP വിരുദ്ധ വോട്ടാണ്. അത് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിൽ പോയി ചെയ്യാൻ പോകുന്ന വോട്ടാണ്. ആ വോട്ട് ചെയ്യുമ്പോൾ ആരാണ് അവർക്ക് മനസ്സിലുള്ളത്? ആരാണ് അത്? കേന്ദ്ര സർക്കാരാണ് അവരുടെ മനസ്സിലുള്ളത്. കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായ ഒരു വോട്ട് ചെയ്യുമ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പതിവായി നമ്മൾ കാണുന്നത് അത് UDFിന് ചെയ്യുക എന്നുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയം. അല്ലാതെ കേരളത്തിലെ CPIM നേതൃത്വമോ ഈ സർക്കാരോ അങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തെ മുഴുവൻ, ഇത് ഒപ്പം നിൽക്കുന്ന 34% കൂടെ വെറുപ്പിക്കാൻ തീരുമാനിച്ച് എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യമാണ് ആകെപ്പാടെ പറയുന്നത്. എന്താണ്? വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ കൂട്ടാക്കിയില്ല, വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുമ്പോൾ തള്ളിപ്പറയാൻ കൂട്ടാക്കിയില്ല എന്ന്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ആ ശക്തമായ ഭാഷയിൽ തള്ളിപ്പറഞ്ഞോ എന്ന് ചോദിച്ചാൽ തള്ളിപ്പറഞ്ഞില്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ എന്താണ് അവിടെ ഇടതുമുന്നണി നേരിടുന്ന പ്രതിസന്ധി? എന്താ? വേറൊരു പ്രതിസന്ധി കൂടിയുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം വോട്ടുകൾ അപ്പുറത്തേക്ക് ഒലിച്ചു പോയി എന്ന് പറയുന്ന പോലെ തന്നെ സംഭവിച്ച ഒരു കാര്യമുണ്ട് ഇപ്പുറത്ത്. അതെന്താണ്? ഈഴ വോട്ടുകളുടെയും ചോർച്ചയുണ്ടായിട്ടുണ്ട്. അതിനെ യഥാസമയത്ത് പ്രതിരോധിക്കേണ്ട പോലെ പ്രതിരോധിക്കാതിരുന്നതിൻ്റെ കുഴപ്പം ഇടതുമുന്നണി അനുഭവിക്കുന്നുണ്ട്, CPM അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു 15 വർഷം മുമ്പെങ്കിലും ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികളിലേക്ക് പോകണമായിരുന്നു. അതിനപ്പുറം ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ, തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ NDAയിലേക്ക് ഒരു പാർട്ടിയെ തന്നെ രൂപീകരിച്ച് സംഭാവന ചെയ്ത് അതിൻ്റെ ആ പാർട്ടി ഇല്ലാതായി, ആ പാർട്ടിയിൽ നിന്നുള്ള ആളുകളെല്ലാം BJPയിലേക്ക് പോയി. അതിൻ്റെ ഘടന തന്നെ വലുത് 2016 ശേഷമാണല്ലോ ഈ വളർച്ച ഉണ്ടാകുന്നത്. ആ വളർച്ച തന്നെ ഉണ്ടാക്കിയെടുത്ത സംവിധാനത്തെ ആ ഘട്ടത്തിൽ പ്രതിരോധിക്കാതെ ഇപ്പോൾ ഈ മട്ടിൽ ഈ കുറുക്ക് വഴി തേടുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ നിലവിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് കേരളത്തിലെ മുസ്ലിമിനെ ബാധിക്കുന്ന ഒരു തലത്തിലേക്ക് വളർന്നിട്ടുള്ള വിഷയമേ അല്ല. അപ്പോൾ അതൊരു കാരണമാക്കി, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാരണം എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിനകത്തും ഒരബദ്ധമുണ്ട്. അത് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഞാനത് ഇതിന് ശേഷം സരീഷിലേക്ക് പോയതിനു ശേഷം പറയാം. അതായത് ഈ മുസ്ലിം ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇടതുപക്ഷത്തിന് ഈ പറയുന്ന കാരണങ്ങളെല്ലാം കൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് അപ്പാടെ UDFിന് പോയി എന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് റീഷഫിൾ ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ. നമുക്കതിലേക്ക് വരാം. ഒന്ന് സരീഷ് ഉണ്ട്. സരീഷ്, ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോഴും മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ എന്നാണല്ലോ ഈ പറയുന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ഏത് വിധത്തിൽ, ഏതൊക്കെ ജില്ലകളിലും മണ്ഡലങ്ങളിലും നന്നായിട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്?
എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഒരു അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക ഈ കാര്യങ്ങൾ മണ്ഡലങ്ങളിൽ? പ്രധാനമായും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകും. അതിലൂടെ കൂടുതൽ നിയമസഭാ സാമാജികരെ സ്വന്തമാക്കാനാകും എന്നുള്ളതാണ് UDF കണക്ക് കൂട്ടുന്നത്. കൂടുതലായും കഴിഞ്ഞ തവണയൊക്കെ മലപ്പുറം ജില്ലയിൽ കൂടുതലായി UDFനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും KT ജലീൽ ഉൾപ്പെടെയുള്ളവർ വിജയിച്ച് കയറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കൂടുതൽ കണക്ക് കൂട്ടലുകൾ UDFന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചാണ്. കാരണം കോഴിക്കോട് ജില്ലയിൽ കൂടുതലായി ഈ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായാൽ അത് UDF ചിന്തിക്കുന്നത് മുസ്ലിം വോട്ടുകളും അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകളും UDFന് അനുകൂലമാകും എന്നുള്ളത്. പേരാമ്പ്ര, കൊയിലാണ്ടി, കോഴിക്കോട് സൗത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുസ്ലിം വോട്ടുകളാണ് തങ്ങൾക്ക് അനുകൂലമാകുന്നതെങ്കിൽ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടി തങ്ങൾക്ക് അനുകൂലമാകും എന്നൊരു പ്രതീക്ഷയാണ് അവർ വച്ചു പുലർത്തുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് തിരുവമ്പാടി മണ്ഡലമാണ്. തിരുവമ്പാടി മണ്ഡലത്തിൽ തിരുവമ്പാടിയിൽ മുസ്ലിം വോട്ടുകൾ ഉള്ളത് 40%, ക്രിസ്ത്യൻ വോട്ടുള്ളത് 20%. അവിടെ സ്വാഭാവികമായും 60%-ലേറെ ഈ ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ആ ന്യൂനപക്ഷ വോട്ടുകളിൽ കഴിഞ്ഞ തവണ ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായി LDFിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതുണ്ടാവില്ല. മുസ്ലിം വോട്ടുകൾക്കൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ കൂടി തങ്ങൾക്കൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷയാണ് UDF വെച്ച് പുലർത്തുന്നത്. അവിടെയാണ് തിരുവമ്പാടിയിൽ ജയിക്കാം എന്നൊരു പ്രതീക്ഷ UDF മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് സൗത്ത് കുറേ കാലമായി കോഴിക്കോട് സൗത്ത് UDFനോടൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ MK മുനീർ മാറിയപ്പോൾ മാത്രമാണ് അവിടെ INLന് ജയിക്കാൻ സാധിച്ചത്. പക്ഷേ ഇത്തവണ MK മുനീർ ചിത്രത്തിലില്ല. പുതിയൊരാൾ ഫൈസൽ ബാബു എന്ന് പറയുന്ന നവാഗതനായ ഒരാളെയാണ് അവിടെ മത്സരത്തിന് ഇറക്കുന്നത്. അവിടെയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് മുസ്ലിം വോട്ടുകൾ തന്നെയാണ്. മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള മേഖലയാണ്. അവിടെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവിടെ 52% മുസ്ലിം വോട്ടുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അതെല്ലാം തന്നെ മുൻകാലങ്ങളിലേതിന് സമാനമായി UDFിലേക്ക് എത്തും എന്നുള്ളതാണ്. അവിടെ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വാർഡുകൾ ജയിക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന വോട്ടുകൾ ഉൾപ്പെടെ UDFിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അവിടെ കോഴിക്കോട് സൗത്ത് തിരിച്ചു പിടിക്കാനാകും എന്നൊരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ UDFനെ അനുകൂലിക്കുന്നത്. നാദാപുരത്തേക്ക് പോയാൽ നാദാപുരത്ത് കഴിഞ്ഞ കുറേ കാലമായി CPI ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെയും ഇത്തവണ KM അഭിജിത്തിനെ യുവമുഖം എന്ന രീതിയിൽ KM അഭിജിത്തിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ അവിടെ ഒരുപക്ഷെ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ ഉൾപ്പെടെ സമാഹരിക്കുക, അവിടെ വാണിയ സമുദായത്തിന് കൂടുതൽ വോട്ടുകളുള്ളൊരു മേഖലയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ കൂടി അവിടെ നിന്നും ഏകീകരിക്കുക. അവിടെ നാദാപുരത്ത് മുസ്ലിം വോട്ടുകൾ 40% മുസ്ലിം വോട്ടും 10% ക്രിസ്ത്യൻ വോട്ടുമാണ് ഈ നാദാപുരം മേഖലകളിലുള്ളത്, നാദാപുരം മണ്ഡലത്തിലുള്ളത്. ഈ ക്രിസ്ത്യൻ മേഖലയിലുള്ള വോട്ടുകൾ കൂടുതലായി എത്തുന്നില്ലെങ്കിൽ പോലും മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ളതാണ്. അവിടെ ഷാഫി പറമ്പിൽ ആണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുകയും അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് നാദാപുരത്ത് ഏറ്റവും കൂടുതൽ സമയം ഷാഫി പറമ്പിൽ പ്രവർത്തിച്ചിരുന്നതും ഈ മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ ഒരുമിച്ചാണ്. കാരണം മുസ്ലിം ലീഗിനാണ് കൂടുതൽ ചുമതലകൾ നൽകിയിരുന്നത്. അവിടെ 4 വീടുകൾക്ക് ഒരു നേതാവ് എന്ന രീതിയിൽ പോലും അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ പോലും ചുമതലകൾ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂടുതലായി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകും എന്നൊരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊടുവള്ളി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷമുള്ളത്. അവിടെ 50%-ഓളം ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. കൊടുവള്ളി നഗരസഭയിൽ ഒപ്പം തന്നെ കിഴക്കോത്ത് പഞ്ചായത്തിലും മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ളതാണ്. അവിടെയും കൂടുതലായി പ്രവീൺ കുമാർ അവിടെ മത്സരിക്കുകയാണ്, DCC പ്രസിഡന്റാണ്. അപ്പോൾ അവിടെ കൂടുതലായി വോട്ടുകൾ ലഭിക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷ കഴിക്കുന്നത്. അതോടൊപ്പം തന്നെ പക്ഷേ ഏറ്റവും വെല്ലുവിളിയായി അവർ ഏതെങ്കിലും രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് പേരാമ്പ്ര മണ്ഡലത്തിലാണ്. പേരാമ്പ്രയിൽ LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ അവിടെ മത്സരിക്കുന്ന സാഹചര്യമാണ്. അവിടെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ അത് വലിയ തിരിച്ചടിയാകും എന്നാണ്. പക്ഷേ LDF ഇപ്പോഴും വിശ്വസിക്കുന്നതും കണക്ക് കൂട്ടുന്നതും കഴിഞ്ഞ തവണ അതായത് 2021 ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിരുന്നില്ല. കൂടുതൽ വോട്ടുകൾ LDFിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ LDFിനോടൊപ്പം നിന്ന വോട്ടുകൾ അല്ലെങ്കിൽ തിരിച്ച് UDFിലേക്ക് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ വഴികളില്ല എന്നാണ്. അത് SIRമായി ബന്ധപ്പെട്ടതാവട്ടെ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളാവട്ടെ LDF എടുത്തൊരു നിലപാട് അല്ലെങ്കിൽ സംസ്ഥാന
സർക്കാർ എടുത്ത നിലപാടുകൾ അത് ന്യൂനപക്ഷങ്ങൾക്ക് ഗുണകരമാണ് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ FCRA ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ സഭയിൽ ഉൾപ്പെടെ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ ഈ ബില്ലിന് എതിരെ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരാൻ, തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ LDF ശ്രമിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ കോഴിക്കോട് ഗുണകരമാകും എന്നുള്ളതാണ്. മറിച്ച് മലപ്പുറത്തേക്ക് പോകുമ്പോൾ അത്രത്തോളം പ്രതീക്ഷ LDF വെച്ച് പുലർത്തുന്നില്ല. നിലവിലെ സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിലും അവിടെയും കൂടുതലായി വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ ലഭ്യമാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായി വരുന്നത് കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ്. അതോടൊപ്പം തന്നെ എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായുണ്ട്. പരമ്പരാഗതമായി എറണാകുളത്ത് കൂടുതലായി UDF-നോടൊപ്പം നിൽക്കുന്ന ക്രൈസ്തവ വോട്ടുകൾ UDF-നോടൊപ്പം നിൽക്കുന്നതാണ്. പക്ഷേ കോട്ടയത്തേക്ക് പോകുമ്പോൾ സാഹചര്യം അതല്ല. കോട്ടയത്തേക്ക് പോകുമ്പോൾ ഇത്തവണ കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ മാറി ചിന്തിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ FCRA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ LDF-നോടൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു എന്ന് LDF ചിന്തിക്കുന്നില്ല. കാരണം അവരുടെ കണക്കുകൂട്ടലുകൾ ഈ വിവിധ മേഖലകളിൽ നിലവിൽ കഴിഞ്ഞ 2021 ലഭിച്ച വോട്ടുകൾ അവിടെ നിലനിൽക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും മേഖലകളിൽ ചെറിയ വ്യത്യാസം വന്നാൽ പോലും ബൾക്കായി അല്ലെങ്കിൽ ഒന്നടങ്കം തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് LDF കണക്ക് കൂട്ടുന്നത്. പക്ഷേ കൂടുതൽ വോട്ടുകൾ, കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയും ചിന്തയും വച്ചു പുലർത്തുകയാണ് UDF. ശരി, സരീഷ്, അത് സമഗ്രമായിരുന്നു. ഇതിൽ ഹർഷ, എനിക്ക്